ഹലോ, അപ്പം ഞാനിന്ന് വർക്കിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കെട്ടും പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ വർക്കിന് പോകുമ്പം അത്യാവശ്യം ചില്ലായിട്ടാണ് പോവാറ്. വർക്കിനെ പറ്റി മാത്രമേ ചിന്തിക്കാറുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം കുറച്ച് മൂഡ് ഓഫാണ്. കാരണം വേറെ ഒന്നുമല്ല. സാധാരണ ഏർലി മോർണിംഗ് വർക്കിന് പോയാലും എത്ര ലേറ്റ് ആയിട്ടായാലും ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. പക്ഷേ നാളെ വയനാട്ടിൽ കുറച്ച് ദൂരെയാണ് വർക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്ന് സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ത്രിജൂട്ടിനെ മിസ് ചെയ്യുന്നതാണ് കാരണം കേട്ടോ. അപ്പോൾ അവന് ഒരു വയസ്സുള്ള ടൈമിൽ ഞാൻ പഠിക്കാനും പിന്നെ വർക്കിനൊക്കെ പോവുകയാണെങ്കിലും ഇതുവരെ ഇങ്ങനെ സ്റ്റേ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷേ അവനിതൊക്കെ കണ്ട് ശീലമുള്ളതുകൊണ്ട് അവന് വലിയ വിഷമമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവൻ ഓക്കെ ആയിരുന്നേ. പിന്നെ അവനവൻ്റെ അച്ഛമ്മേൻ്റെയും അച്ഛൻ്റെ അച്ചാച്ചൻ്റെ അടുത്തൊക്കെ നല്ല കംഫർട്ടായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അവൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിറങ്ങുമ്പോൾ അവൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പിന്നെ ഭയങ്കര മൂഡ് ഓഫും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡാണെങ്കിലും അമ്മയാണെങ്കിലും ഇങ്ങനെ പറഞ്ഞു, ഒരു രാത്രിത്തേക്കല്ലേ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ ശീലമാവുക എന്നൊക്കെ പറഞ്ഞ് ധൈര്യമായിട്ട് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷനൊക്കെ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് വിട്ട് ദൂരെയൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്ന പാരൻസിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. കാരണം അവരുടെ സാഹചര്യം കൊണ്ടാണല്ലോ അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എത്ര മനസ്സിൽ വിഷമം ഉണ്ടാകുന്നുള്ളത് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി കേട്ടോ. പിന്നെ ഞാൻ ത്രിജുവിനൊരു വയസ്സായപ്പോൾ തന്നെ എനിക്ക് ഒരാഗ്രഹമായിരുന്നു, ഇങ്ങനെ കുട്ടീനെ മാത്രം നോക്കിയിട്ട് നമ്മൾ വീട്ടിലായി പോകരുത്. നമ്മളതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സൈഡിൽ നേടിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ അതുപോലെ വീട്ടുകാരൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴും. അപ്പം നമ്മളൊരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടീനെ നോക്കിയിട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടുക മാത്രം ചെയ്യാതെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് എത്ര സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞാലും പറ്റുന്ന സാഹചര്യത്തിൽ നമ്മൾ നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഹാർഡ് വർക്ക് കണ്ടിട്ടെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വർക്കിൻ്റെ വീഡിയോസൊക്കെ അടുത്ത പാർട്ടിൽ കാണാവേ.